ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂരുള്ള ബിസ്മി യൂസ്ഡ് കാർസിലാണ് കേട്ടോ. യൂസ്ഡ് കാർസിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് സീറോ കോസ്റ്റിൽ വരെ സ്വന്തമാക്കാൻ കഴിയുന്ന കാറുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇത് 2018 മോഡലാണ്. 2018 മോഡൽ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് വരുന്നേ. നമ്മളെന്താ ചോദിക്കണ റേറ്റ്? 80,000 കിലോമീറ്റർ ഓടിക്കണേ. ഇത് ചെറിയൊരു പ്രൈസിന് കൊടുക്കാം. 1,80,000 1,80,000 170 ലോണ് കിട്ടും. 170 ലോണും കിട്ടും. നല്ല പ്രൊഫൈലുള്ളവർക്ക് 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം അല്ലേ? ഒരു റീപ്ലേസും ഇല്ല. ഒരു റീപ്ലേസും ഇല്ല. ഡാമേജ് ഒന്നുമില്ല. 2002 കോളീസ് ആണ്. ബ്ലാക്ക് ബ്യൂട്ടി അല്ലേ? ബ്ലാക്ക് വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ഇത് നമുക്ക് 1,00,000 രൂപ കൊടുക്കാം. 1,50,000 രൂപക്ക് 50,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കോളീസ് അല്ലേ? ഒറ്റ കോളീസ് ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കോളീസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? അതേമാതിരി ഇത് 2007 മോഡലാ. 2007 മോഡൽ വാഗനർ 80 രൂപ കൊടുക്കാം. 80,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി. ഓണർഷിപ്പൊക്കെ നാലാളായിട്ടുണ്ടാവും. തട്ടില്ല മുട്ടലില്ല ഒന്നുമില്ല. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തേതാ വരുന്നത്? ഇത് വാഗണർ തന്നെ. 2010 ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മൂന്നാളായിട്ടുണ്ടാവും. പേപ്പറും കാര്യമൊക്കെ നമ്മൾ എടുത്തു കൊടുക്കും. LPG ഉണ്ട്. LPG ഉണ്ട്. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും. പേപ്പർ എടുത്തിട്ട് നമ്മൾ എത്രയ്ക്ക് കൊടുക്കാം? 1,30 കൊടുക്കാം. 1,30 പുതിയ പേപ്പർ. ചെറുമട്ടത്തിൽ എന്തെങ്കിലും കുറയോ? ഇനി കുറയില്ല. ഇനി ഒന്നും കുറയ്ക്കാല്ലേ? ടാക്സ് തന്നെ 14,000 രൂപ വരും. 14,000 രൂപ വരും. ഓക്കെ. ഇത് നമ്മൾ 2011 ഇൻഡിക്ക വിസ്റ്റ കോട്ടജെറ്റ് ഇഞ്ചനാണ്. ഇത് 90 രൂപയാണ് നമ്മൾ ചോദിക്കണത്. എത്ര റണ്ണിങ് വരുന്നേ? ഇത് 1,00,000. 1,00,000 റണ്ണിങ്ങിൽ വരുന്നേ. ഓണർഷിപ്പ് ഒക്കെ 5 അല്ലേ? ഇതൊരു 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപ കൊടുക്കും. മുതല് ഡീസല് അത്യാവശ്യം മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടിയാണ് അടുത്ത്. ഇത് ഇതേമാതിരി തന്നെ 12 മോഡല് ഡീസലാണ്. ഇത് നമുക്കൊരു 80 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപയ്ക്ക് 7,000 രൂപ ചിലവാക്കിയിട്ട് ഫ്രണ്ടേജ് ഒക്കെ ഫുള്ള് പണിയെടുത്താണ്. ഓക്കെ. എത്ര കിലോമീറ്റർ റണ്ണിങ് ഇത്? ഇത് ഒരു 1-ന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. 1-ന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ അല്ലേ? 80 രൂപയ്ക്ക് പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് 2008 മോഡല് CNG വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ 4 ആള് ആയിട്ടുണ്ടാവും. ഇത് CNG ഉണ്ട്. CNG ഇല്ല. ഇത് ചെറിയൊരു പൈസ 1.5 കൊടുക്കാം. 1.5 കൊടുക്കല്ലേ ഇത്? ഓക്കെ. ഇതിൽ പിന്നെ ലോണും കാര്യങ്ങളൊന്നും ഇല്ല. റെഡി ക്യാഷ്. നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഡിസൈറിന്റെ ഇഞ്ചൻ വരുന്ന പിന്നെ SX4 അല്ലേ? 1,60,000 കൊടുക്കാം. 1,60,000 രൂപയ്ക്കാ. അടിപൊളി വണ്ടി, ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ 3 ഓണർ ആയിട്ടുള്ളൂ. 3 ഓണറില് ഇഞ്ചൻ ഒന്ന് കാണിച്ചെന്നെ കൊടുക്കണം. പുതിയ വണ്ടി മാറ്റ വണ്ടിയാണ്. 1,60,000 രൂപ കൊടുക്കാം. ഇതിന് റണ്ണിങ് എങ്ങനെയാ പറഞ്ഞേ? ഇത് 1.30 ഓടിക്കണം. 30 ഓടിക്കണല്ലേ? 13 മോഡൽ പോളോ. 2013 മോഡൽ പോളോ. സെക്കൻഡ് ഓണർഷിപ്പിൽ 2.30 വരെ ലോണ് കിട്ടും. ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ നല്ല കസ്റ്റമർ ആണെങ്കിൽ വണ്ടി കൊടുക്കാം. 20,000 രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പോളല്ലേ? പോളോ അടിപൊളി കേട്ടോ. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. പുതിയ ടയറിൽ വരുന്ന വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. 20,000 രൂപയ്ക്ക് കൊടുക്കാം. അതിലിപ്പോ കുറക്കാനൊന്നുമില്ല. ഇനി കുറക്കൂല. നമ്മുടെ പഴയ കാല രാജാവ് അംബാസഡർ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ്. എന്നാലും പറയാണ്, 2006 സിംഗിൾ ഓണർ വണ്ടി കിട്ടൂല. നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ എത്രയ്ക്ക് കൊടുക്കാം? 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കാം. 2013 വണ്ടിയാണ്. പുതിയ വണ്ടിക്ക് ഏകദേശം 13 ലക്ഷത്തിന്റെ മേലെ വില ഉണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. ഇതിന് ചെറിയ ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്. ഒക്കെ തീർത്ത് കണ്ടീഷൻ 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. ലോൺ സൗകര്യം ഇല്ല, ലോണ് കിട്ടൂല. ഇതിൽ ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ വരുന്നത്? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത്. ഉള്ളൊക്കെ ഒന്ന് കാണിക്കും. കിലോമീറ്റർ 1,20,000. 1,20,000 കിലോമീറ്റർ ഓടിയ ഡോക്ടർ ഇറക്കിയ വണ്ടിയാ. ഇപ്പൊ ഡോക്ടർ പേരിലല്ല. 2 ലക്ഷം രൂപയ്ക്ക് ലക്ഷറി വണ്ടി പോകാം.
ബാക്കിലേക്കെല്ലാം AC ഉണ്ട്. ഇത് 2003 സെക്കൻഡ് ഓണർഷിപ്പുള്ള MPFI സെന്ന് പുതിയ പേപ്പറുള്ള. എങ്ങനെ നമ്മൾ ചോദിക്കണേ? ഇത് 80 റുപ്യ. ഇത് നമ്മൾ വില കുറച്ചിപ്പോൾ 75 കൊടുക്കാം. 75 കൊടുക്കാം. ഇത് എത്ര വരെ പേപ്പർ ഉണ്ട്? 29 വരെ പേപ്പർ. 29 വരെ പേപ്പർ ഉണ്ട്. ഇതിന് മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? എങ്ങനെയാ 18 20 കിട്ടും. ഇത് 2003 പഠിക്കേണ്ട പർപ്പസിന് 25 റുപ്യ കൊടുക്കാം. 25 റുപ്യക്ക്. ഞാൻ അതിലെന്തെങ്കിലും കുറയ്ക്കണ്ട? കുറക്കാനില്ല. ലാസ്റ്റ് ആണ്. ഞാനോ 2017 സിംഗിൾ ഓണർ 1.60 കൊടുക്കാം. 1,60,000 റുപ്യക്ക് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000. 60,000. 2007 ഡീസൽ ഷിഫ്റ്റ് ആവശ്യമുള്ളവർക്ക് ഒരു 1.35 കൊടുക്കാം. 1,35,000 റുപ്യക്ക് കൊടുക്കാൻ പറ്റിയതല്ലേ? മൂന്നാമത്തെ ഓണർ ലോൺ കിട്ടില്ല. നെഗോഷ്യബിൾ 1.30 കൊടുക്കാം. 30 കൊടുക്കാം. 35 വേണ്ട, 30 ആക്കി. 2011 ഒരുപാട് വർക്ക് ഉണ്ട് ഒക്കെ ചെയ്യിച്ച് ഇപ്പൊ 90 റുപ്യ കൊടുക്കാം. 90 റുപ്യക്ക് ഒമ്നി. നാലാമത്തെ ഓണർ. ഓണർഷിപ്പ് 4 വരുന്നല്ലേ? ഇപ്പൊ കണ്ടീഷൻ ആണ്, പ്രത്യേകിച്ച് ഇനി മാർക്ക് എടുപ്പിക്കാന്നില്ല. ആർക്കും ഉണ്ടാവും. നമ്മൾ ചോദിക്കണ റേറ്റ് 90 രൂപ അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 80. 13 ഇത് 1.40 കൊടുക്കാം. 1,40,000 സെക്കൻഡ് ഓണറിൽ വരുന്ന 50,000 ഓടിയിട്ടുള്ളൂ. 50,000 ഓടിയിട്ടുള്ളല്ലേ? 1.20 വരെ ലോൺ കിട്ടും. 1.20 വരെ ലോണും കിട്ടും. 1,40,000 റുപ്യ, അതായത് 20,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹൈക്കോർട്ട് ഇയോണ് 17 മോഡൽ ഇക്കോ CMG വർക്കിംഗ് ഉണ്ട്. CMGയിലാണ് ഓടിക്കുന്നത്. ആകെ 70,000 ഓടിക്കുള്ളൂ. ചെറിയ പാച്ച് വർക്ക് ഉണ്ട് ഉൾഭാഗത്ത്. ഇത് നമുക്ക് ഒരു 2.5 റുപ്യ കൊടുക്കാം. കൊടുക്കല്ലേ? ആ, ചെറിയ പാച്ച് ഉണ്ട്. ഇതിൽ നമുക്ക് ലോൺ എത്ര ഉള്ളൂ? ലോൺ 2 റുപ്യ കിട്ടും. അതായത് 2,50,000. 50,000. അതായത് 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റിയിട്ടുള്ള ഈക്കോ അല്ലേ? 7 സീറ്റർ വണ്ടി. ആ, ഇത് മാരുതിക്കാരുടെ പൈസന് 2007 ആൾട്ടോ 55 റുപ്യ. 55 റുപ്യ കുറച്ചതാ. 55,000 റുപ്യക്ക് ആൾട്ടോ മാരുതിക്കാരുടെ പൈസക്ക്. ഓൺഷിപ്പും കാര്യങ്ങളൊക്കെ 4 ആള് 5 ആളെ ഉണ്ടാവും. 5 ആളായിട്ടുണ്ടാവും. ഇതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ? 27 വരെ ഉണ്ടാവും. 2027 വരെ. ഇത് 2008 2008 80 റുപ്യ. LXI അല്ലേ? AC വർക്കിംഗ്. AC വർക്കിംഗ്, പവർ സ്റ്റിയറിംഗ്. നമ്മള് ചോദിക്കുന്നത് 80,000 രൂപ. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ 2 ആള് 3 ആളെ ഉണ്ടാവും. ഓക്കെ. ഇത് 4 ടയർ പുതിയതുള്ള I10 2009. 2 വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉൾഭാഗമെല്ലാം കാണിക്കും. ഇത് നമുക്കൊരു ഉൾപ്പെട്ട കൊടുക്കാം. 1,00,000 കൊടുക്കാൻ പറ്റിയ I10 അല്ലേ? ക്വാളിറ്റിൻ്റെ വണ്ടി. ആകെ കുറഞ്ഞ കിലോമീറ്റർ ഓടിക്കുള്ളൂ. ചെറിയൊരു ഫാമിലിക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ വണ്ടി. പുതിയ പേപ്പർ. ഇനി 5 വർഷത്തേക്ക് പേപ്പർ നോക്കണ്ട. 13 മോഡല് ഇറ്റിയോസ് ടാക്സി പർപ്പസിനൊക്കെ പറ്റും. ഇത് നമ്മൾ ആദ്യം 3 ലക്ഷം റുപ്യക്ക് വിറ്റൊരു വണ്ടിയാണ്. ഇപ്പോൾ 2.5 റുപ്യ കിട്ടിയാൽ കൊടുക്കും. ഈ 2.5 നല്ല കസ്റ്റമർ ആണെങ്കിൽ ലോൺ കൊടുക്കാം. അത് 0 കോസ്റ്റിന് നമുക്ക് ഇറക്കാൻ പറ്റില്ല. ഒരു കിടില എത്തിയോസ് അല്ലേ? ആ, പുതിയ സീറ്റ് കവർ. ഇനി ഒന്നും എടുപ്പിക്കില്ല, ഡയറക്റ്റ് എടുക്കുക, ഓടുക. ആ, ഒരു പോളിഷ് ചെയ്യുവാണെങ്കിൽ അത്ര ചെയ്യാനുള്ളൂ. ഡീസലാണ്. 13 മോഡലാണ്. എന്നാലും എടുക്കണവരൊന്ന് വന്നിട്ട് അവരുടേതായിട്ടുള്ള ചെക്കിങ് ചെയ്തോട്ടെ. ഒരു 2.5 ലക്ഷം റുപ്യ കിട്ടിയാൽ കൊടുക്കും. 13 മോഡൽ ഇറ്റിയോസ് 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നമ്മളെ വീട്ടിലത്തെ വണ്ടിയാണ്. 7 സീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. 7 സീറ്റർ വേണം എല്ലാവർക്കും കൂടി പോകാൻ. ഇത് 3 ലക്ഷം റുപ്യ കിട്ടിയാൽ കൊടുക്കും. ഫുൾ മെക്കാനിക്കൽ കണ്ടീഷനാണ്. അലൈവീലുണ്ട്. അലൈവീലും ചെയ്ത വണ്ടിയാണല്ലേ? ആ, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. 5-6 വർഷമായിട്ട് നമ്മൾ വണ്ടി. ഇത് 3 ലക്ഷം കിട്ടിയാൽ കൊടുക്കുള്ളൂ. ഡീസലാണ്. നല്ല വണ്ടിയാണ്. നല്ല മൈലേജും കിട്ടുന്നുണ്ട്. മൈലേജ് കിട്ടും. 2011 VXI അല്ലേ? 4 ഓണർഷിപ്പ് അയക്കണേ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഇത് 1.60 കിട്ടിയാൽ കൊടുക്കും. നല്ല വണ്ടിയാണ്. 60,000 ഓൾറെഡി കഴുകി കൊടുക്കുക. ലോൺ കയറുമോ? ലോൺ പ്രയാസമല്ലേ? 11 ആകുമ്പോൾ സേർട്ട് ആണെങ്കിൽ കയറും. അതിനെക്കാട്ടി നല്ല സ്വർണ്ണം വയ്ക്കല്ലേ? ആ, ലാസ്റ്റ് റേറ്റ് 1.60. VXI ആണ്. 11 മോഡലാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ താന്നൂരിൻ്റെയും പരപ്പനങ്ങാടിൻ്റെയും നടുവിൽ പോലപ്പിടിക. ഏത് വണ്ടി എടുക്കാം ഇവിടെ വരുമ്പോഴും
നമ്മൾ കോൾ ചെയ്തിട്ട് വന്നാൽ മതി. കാരണം ഏത് സമയത്തും വണ്ടികൾ ഇങ്ങനെ വിറ്റ് കൊടുക്കും. അതിൻ്റെ പുറത്ത് വർക്ക്ഷോപ്പ് വണ്ടി ആവശ്യമുള്ളവർ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ഇഷ്ടപ്പെട്ട മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നീടുള്ള ഒരു പരാതിയും ബിസ്മി യൂസർ കാർ അറിയില്ല.